പലപ്പോഴും വൃക്കരോഗം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ക്രിയാറ്റിനിൻ കൂടുന്നത് മൂലമാണ്. അത് മാത്രമാണ് വൃക്ക രോഗം. ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് വൃക്കരോഗം വരുന്നതാണ് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ, പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് ക്രിയാറ്റിനിൻ കൂടി അപ്പോൾ കിഡ്നി പ്രശ്നമാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ. മിക്കവാറും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല. ക്രിയാറ്റിൻ മാത്രം കൂടുന്നത് കൊണ്ടല്ല. ക്രിയാറ്റിൻ കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് ഒരു വൃക്കരോഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പല കാര്യങ്ങളും ഉണ്ട്. ക്രിയാറ്റിൻ കൂടുന്നത് മാത്രമല്ല, ഡെഫിനറ്റ്ലി ക്രിയാറ്റിൻ ഒരു ലെവൽ കഴിഞ്ഞാൽ, അതായത് സ്ത്രീകളിൽ 1.2, പുരുഷന്മാരിൽ ഒരു 1.3, മാക്സിമം 1.4 വരെ പോവാം. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിഡ്നി ഡിസീസ് ആണ്, വൃക്കയ്ക്ക് നമുക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല, നമ്മളൊരു വൃക്ക രോഗം സ്ഥിരീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടാതെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുള്ളതുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താലാണ് നമുക്ക് ഒരു കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് CKD ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കിഡ്നി പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളെ, അതായത് ഇമ്പ്യൂരിറ്റീസിനെ, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളെ പുറത്തേക്ക് അരിച്ച് കളയുക എന്നുള്ളതാണ്, റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിയുടെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അതാണ് പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ പുറത്തേക്ക് കളയുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിഡ്നി നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്ന് പറഞ്ഞ ധാതു ലവണങ്ങളുടെ ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതും നമ്മുടെ 2 കിഡ്നീസാണ്, അതായത് വൃക്കകളാണ്. അതിന് ഒരു ഏറ്റക്കുറച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ കിഡ്നി തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചുവന്ന രക്താണുക്കൾ, അതായത് RBC എന്ന് പറയുന്ന ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കിഡ്നിയാണ്. അതിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നോർമലി പറയാം ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് നമ്മുടെ കിഡ്നീസിലാണ് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പലപ്പോഴും കിഡ്നി രോഗമുള്ള ആളുകൾക്ക് രക്തക്കുറവ് ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. ആ രക്തക്കുറവിന് സാധാരണ രീതിയിൽ ചികിത്സിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് കൂടി വരാറില്ല. കാരണം എന്താണ്, നമ്മൾ കിഡ്നി ഡാമേജ് ആയിരിക്കുന്ന ഒരാൾക്ക് അവിടെ RBC പ്രൊഡക്ഷൻ കുറയുകയാണ്, ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവായി നിൽക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമ്മുടെ കിഡ്നി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഹൈ BP പോവാതിരിക്കാനും, ഇനി അത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ കിഡ്നി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ D, സൺലൈറ്റ് വൈറ്റമിൻ, വെയിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അതിൻ്റെ ആക്റ്റീവ് ഫോം ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ കിഡ്നി തന്നെയാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കിഡ്നീസാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കിഡ്നി പ്രവർത്തനം കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് കിഡ്നി രോഗം ബാധിച്ച് ചികിത്സ എടുക്കുന്നതും ഒരുപാട് പേർക്ക് അതിൻ്റെ സിംറ്റംസ് ഒന്നും അറിയാതെ ആദ്യം ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോഴും അത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോയി അതിൻ്റെ സിംറ്റംസ് ഒക്കെ മിസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് വന്ന് 4th സ്റ്റേജും 5th സ്റ്റേജിലും ഒക്കെയാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൺസൾട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ക്രിയാറ്റിൻ കൂടുതലായിരിക്കും എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ്, കിഡ്നി ഫെയിലറിലേക്ക് പോയി എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, കിഡ്നി ഫങ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയാറ്റിൻ മാത്രമല്ല പല ടെസ്റ്റുകളും, അതായത് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ അൾട്രാസൗണ്ടും ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതിൽ ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണം.
നമ്മൾ ആദ്യം നോക്കേണ്ടത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ തന്നെ 3 എണ്ണം, യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് ക്രിയാറ്റിൻ, ഈ 3 എണ്ണം കൂടിയതാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. അപ്പോൾ അത് 3ഉം നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എത്രത്തോളം കിഡ്നി ഫംഗ്ഷൻ നമുക്ക് കുറയുന്നുണ്ട്, അതിൽ ഈ 3 വാല്യൂസിലും ഏറ്റക്കുറച്ചിലുകൾ വരുന്നതിനനുസരിച്ചിട്ടാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് GFR എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് നമ്മുടെ കിഡ്നി എത്രത്തോളം നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ അരിച്ചു പുറത്തേക്ക് കളയുന്നുണ്ട് എന്നുള്ളതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ആ വാല്യൂം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടോ, കിഡ്നി ഫംഗ്ഷൻ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് യൂറിയ നൈട്രജൻ, അതായത് 1 എന്ന് പറയും. ബ്ലഡ് യൂറിയ നൈട്രജൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് കിഡ്നി ഫംഗ്ഷൻ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നോർമലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ 3 ടെസ്റ്റുകളാണ് ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, GFR എന്ന് പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, പിന്നെ 1 എന്ന് പറയുന്ന ബ്ലഡ് യൂറിയ നൈട്രജൻ. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാം. യൂറിൻ ടെസ്റ്റ് ചെയ്താലും സാധാരണ യൂറിൻ അനാലിസിസിൽ നമുക്ക് യൂറിൻ ആൽബുമിൻ നോക്കും. മൂത്രത്തിൽ കൂടെ പത വരുന്നത് യൂറിനിൽ കൂടെ നമുക്ക് പ്രോട്ടീൻ പോകുന്നതാണ്. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ ആണ്. അപ്പോൾ ആൽബുമിൻ യൂറിനിൽ കൂടുതലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് യൂറിൻ ആൽബുമിൻ നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂറിനിൽ കൂടെ ഈ ഒരു ആൽബുമിൻ കൂടുതൽ പോകുന്നുണ്ടോ, അതിൻ്റെ റേഷ്യോ, ക്രിയാറ്റിനും ഈ ഒരു ആൽബുമിനും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് നമുക്ക് യൂറിനിൽ വരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കിഡ്നി ഡിസീസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഇത് രണ്ടുമാണ് യൂറിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താലും, അതായത് സാധാ സ്കാൻ ചെയ്താലും നമുക്കറിയാൻ പറ്റും നമ്മുടെ കിഡ്നിക്ക് ഫങ്ഷൻ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ടോ, ചുരുങ്ങലുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാനുള്ളത് അൾട്രാസൗണ്ട് സ്കാനാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്താൽ ആണ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കിഡ്നി ഡാമേജിലേക്ക് നമ്മുടെ ശരീരം പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും ക്രിയാറ്റിൻ മാത്രമല്ല നമ്മുടെ ഒരു കിഡ്നി ഫംഗ്ഷൻ കുറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നീൻ്റെ പ്രോബ്ലംസ് ഒക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിഡ്നി ഡാമേജ് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ, ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാം. അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. പലരും തെറ്റിദ്ധാരണയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം ചെയ്താൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് പ്രശ്നമായി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഈ കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാലേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ആളുകൾ ഇന്ന് കിഡ്നി പ്രോബ്ലംസുമായിട്ട് നമ്മുടെ ചുറ്റുഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി വയ്ക്കുക. Take care everyone.